ഗുഡ് മോർണിംഗ്. ഇന്ന് കപ്പ കൊണ്ടുള്ള പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. കുക്കറൊക്കെ റെഡിയാണ്. പാൽക്കപ്പ എന്നുള്ളത് ഇപ്പം പല പല വീഡിയോസിലും ഇങ്ങനെ കാണാറുണ്ട്, പാൽക്കപ്പ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഞാനതൊക്കെ നോക്കി മനസ്സിലാക്കി വെച്ചു. പാൽക്കപ്പേൻ്റെ കൂടെ പലതും കഴിക്കും, ചിക്കൻ, ബീഫ്, പിന്നെ അങ്ങനെ പലതും കഴിക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഇവിടെ അങ്ങനെ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറും പാൽക്കപ്പ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം പാൽക്കപ്പ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. കപ്പ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ പീസുകളായിട്ട് കപ്പ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം കപ്പയെ ആദ്യം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് ആവശ്യമുള്ള അത്രയും ഇട്ടിട്ട് അതിലേക്ക് ഉപ്പ് മാത്രം ഇട്ടാൽ മതി. വെള്ള കളറുള്ള അതാണ് പാൽക്കപ്പ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടത്. അപ്പം ഉപ്പ് മാത്രം, ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുക. കപ്പ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചെടുക്കുക. കപ്പ അടുപ്പത്ത് വെക്കുന്നു, സ്റ്റൗ കത്തിക്കുന്നു. ഇതാണ് ആദ്യത്തെ സ്റ്റേജ്. അപ്പം നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കാൻ പോവാണ്. കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒരു 5-6 വിസിലടുപ്പിച്ചു. നന്നായിട്ട് വെന്തോട്ടേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൽ ചേർക്കേണ്ട കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാം. പാൽക്കപ്പയിൽ ചേർക്കേണ്ട സാധനങ്ങളാണ് തേങ്ങ. ഇത് ചിരകിയപ്പോൾ പൊട്ടിപ്പോയത് കേട്ടോ, ഇങ്ങനെ പീസ് പീസായിപ്പോയത്. തേങ്ങ, ഉള്ളി, ജീരകം, കറിവേപ്പില. ഈ കറിവേപ്പില ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പാൽക്കപ്പയിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സിയിൽ ഈ സാധനങ്ങൾ ഒന്ന് അരച്ചെടുക്കണം. സാധാരണ പാൽക്കപ്പയ്ക്ക് ആളുകൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് ഒഴിക്കുന്നതാണ്, 1-ാം പാലും 2-ാം പാലൊക്കെ ഒഴിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇത് എൻ്റേതായിട്ടുള്ള സ്റ്റൈലിലുള്ള പാൽക്കപ്പയാണ്. കാരണം ഇവിടെ തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ്, തേങ്ങ അത്ര കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ ഇത് അരച്ചിട്ടാണ് ചേർക്കുന്നത്. വേറൊരു സ്റ്റൈല്, തേങ്ങാപ്പാൽ പിഴിയാതെ പാൽക്കപ്പ. അപ്പോൾ നമ്മളുടെ കപ്പ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ കയ്യിലുകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ തേങ്ങ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റേതായ സ്റ്റൈലാണ് കേട്ടോ. സാധാരണ പാൽക്കപ്പ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ പറയും ഇങ്ങനെയല്ല എന്ന് പറയും. പക്ഷേ ഇത് എൻ്റേതായ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു പാൽക്കപ്പയാണ്. ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് ഉടച്ചെടുക്കട്ടെ. കപ്പ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വേവുന്ന കപ്പയാണ്. ഒരു 5-6 വിസിലും അടിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ അരവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ തേങ്ങയൊക്കെ അരവൊക്കെ കലക്കിയിട്ട് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇത് വീണ്ടും പറയാം, ഇത് എൻ്റേതായ സ്റ്റൈലിലുള്ള പാൽക്കപ്പയാണ്. സാധാരണ പാൽക്കപ്പ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടൊക്കെയാണ് ഇത് ഞാൻ അങ്ങനെയല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ നല്ല കരിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും ജീരകത്തിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയും മാത്രം ആക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് ഉള്ളി അതിൽ വറവിടാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. ഇതേതായാലും തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അപ്പോൾ നമ്മളുടെ പാൽക്കപ്പക്ക് തിള വന്നു തുടങ്ങി.
അങ്ങനെ നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കുകയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പിന്നെ ഞാനൊരു കൺക്ലൂഷനിലെത്തി. വറവിടണ്ട. ഉള്ളി വറവിലിട്ടാൽ ഇതിൻ്റെ ഈ ഒരു വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെയുള്ള ജീരകവും ഒക്കെയുള്ള ആ നല്ല മണം ചിലപ്പോൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിന് വറവിടണ്ട, വെളിച്ചെണ്ണയും കറിവേപ്പിലയും ആക്കിയാൽ മതി എന്നുള്ള ഒരു സൊല്യൂഷൻ ഞാൻ എത്തിച്ചേർന്നു. അപ്പോൾ ഈ കരിവേപ്പില ഇതിലേക്ക് ഇടാം. കരിവേപ്പില ഇങ്ങനെ താഴ്ത്തി വിടുന്നു. പാവം അതിന് ഉള്ളിലേക്ക് പോയപ്പോൾ അതിൻ്റേതായ മണമൊക്കെ ഇതിന് വരും. കരിവേപ്പിലയുടെ നല്ല മണം വരും. കരിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ നട്ടു വളർത്തിയതാണെന്ന് വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു. അതുകൊണ്ട് നല്ല ഫ്രഷ് കരിവേപ്പിലയാണ്. നമ്മുടെ വീട്ടിലൊരു ലേശമെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ, ഇനി സ്ഥലം ഇല്ലെങ്കിൽ ലേശം ഗ്രോ ബാഗിലെങ്കിലും കരിവേപ്പില എങ്കിലും, ഏറ്റവും മിനിമം കരിവേപ്പില എങ്കിലും ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ ടെറസിൽ കുറേ ചെടികൾ നട്ടിട്ടുണ്ട്. മുറ്റത്ത് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഗ്രോ ബാഗിലാണ് നടുന്നത്. മണ്ണും ഗ്രോ ബാഗും വിത്തും വളവും എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. ഒന്നും ഇവിടെ നിന്ന് എടുക്കാനായിട്ടുള്ളതില്ല, മണ്ണ് പോലും ഇല്ല. എന്നിട്ടും കൃഷി ചെയ്യാറുണ്ട്. അത്യാവശ്യത്തിനുള്ള കോവക്ക ഒക്കെ, ഒരു ഉപ്പേരിക്കുള്ള കോവയ്ക്കയും പയറും ചീരയും കരിവേപ്പില എപ്പോഴും അങ്ങനെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. നമ്മളുടെ നട്ട് നനച്ചുണ്ടാക്കിയതിൽ നിന്ന് ചെറുതാണെങ്കിലും ഒരു വിളവ് എടുക്കുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇതിൽ കരിവേപ്പില ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. വെളിച്ചെണ്ണ കുറച്ച് നന്നായിട്ട് ഒഴിക്കാം. സാധാരണ പിഷ്കാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നതിനൊക്കെ. കുറച്ച് നന്നായിട്ട് ഒഴിക്കാം, എന്നാലും മാത്രമേ നല്ല മണം ഉണ്ടാവുള്ളൂ. ഓക്കെ, പോരെ ഉണ്ടോ? നല്ല ഡിസൈൻ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിളക്കേണ്ട ആവശ്യമില്ല. പച്ച വെളിച്ചെണ്ണ എന്നാണല്ലോ നമ്മൾ പറയുക. തീ ഓഫ്. ഇനി ഇതിനെ അടച്ച് വയ്ക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കാം. നമ്മുടെ കരിവേപ്പില ഇതിനുള്ളിൽ മുങ്ങിത്താണ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കയ്യിൽ ഇങ്ങനെ പുറത്തോട്ട് വെച്ചിട്ട് നമ്മുടെ കുക്കറിൻ്റെ മൂടി കൊണ്ട് വെറുതെ ഒന്നിങ്ങനെ മൂടി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ പാൽക്കപ്പ ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങളിത് കഴിക്കട്ടെ, എന്നിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ പാൽക്കപ്പ ഞങ്ങൾ കഴിച്ചതിന് ശേഷം എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം. ആദ്യമായിട്ട് ഉണ്ടാക്കല്ല, ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒരു വീഡിയോ ആയിട്ട് എടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായത്. അപ്പം പാൽക്കപ്പ കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം.